അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാട്ടിലുള്ള എല്ലാവരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ ഒരു പരിപാടി നമ്മൾ വീണ്ടും റിയാക്ട് ചെയ്യാൻ പോകും. പക്ഷേ ഇത് ആക്ച്വലി ഇത് നമ്മൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു. നമ്മളിത് ഇറങ്ങിയ സമയം തന്നെ കണ്ടു. പക്ഷേ നമുക്ക് ആ സമയത്ത് റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് എ റിയാക്ഷൻ എന്നാണ് നമ്മളിതിന് പറയാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, അല്ലേ? ഇത് റിയാക്ഷൻ ആയിട്ട് എടുക്കണം. നിങ്ങൾ വല്ലാണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കണ്ടുപോയി. അത് നമ്മൾ സമയത്ത് കാണും, സമയത്ത് അത്യാവശ്യം നല്ല സമയത്ത് കാണും. നമ്മൾ എല്ലാ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പിന്നത്തേക്ക് വെക്കുന്നത്. സോ അപ്പം ഇത് പിന്നെ നമ്മളിനി ഏതായാലും സമയത്ത് ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ടോക്സിക്കിൻ്റെ ടീസർ കാണണം നമുക്ക് തുറക്കം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം കണ്ടു ഞങ്ങൾ. ഇത്രയും ദിവസമായില്ലേ ഇറങ്ങിയിട്ട് 2-3 ദിവസമായില്ലേ. ഇതിനെപ്പറ്റി എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ടോപ്പിക് ഓവറാകത്തില്ല. ടോപ്പിക് നടക്കും. ഇനി ട്രെയിലറൊക്കെ വരാനുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഇങ്ങനെ കത്തും. പടം റിലീസ് ആവുന്ന ടോപ്പിക് കൊണ്ടിരിക്കും. മാർച്ചല്ലേ? അതെ. സോ നമുക്ക് ടോക്സിൻ്റെ ടീസർ ഒന്ന് കണ്ടേക്കാം. ഫുൾ സ്ക്രീൻ ആണോ പടം ശരിക്കും? ഇതിന്റെ ആദ്യത്തെ ടീസറും ഫുൾ സ്ക്രീൻ ആയിരുന്നു. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിന് കൊടുക്കേണ്ടതുകൊണ്ട് അവർ ഫുൾ സ്ക്രീൻ ആക്കുന്നത്. രാജീവ് വരില്ലേ? ആണോ ക്യാമറ? ഇത് നമ്മുടെ മറ്റേ മലയാളി ആക്ടറാണ്. ബുള്ളറ്റ് പ്രൂഫാണ് കാറ്. ഇതിന് എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ടല്ലേ അകത്ത്? ആ പുറത്തുനിന്ന് കാണരുതല്ലേ എന്താ നടക്കുന്നത്, അതുകൊണ്ട് ഇട്ടിരിക്കുന്നത്. മകന്റെ കരളാണോ? വേറെ വേറെ പുള്ളി മറ്റേ ഇൻഫ്ലുവൻസർ ആണോ? അല്ല, Daddy's home. ഇംഗ്ലീഷ് ഉണ്ടോ? എല്ലാ ലാംഗ്വേജിലുണ്ട്. ഇൻടോക്സിക്കേറ്റിംഗ് ദ വേൾഡ്. ദുരന്തറുമായിട്ടല്ലേ? അതെ, ദുരന്തമായിട്ടാണ് മത്സരം. മലയാളത്തിന് ആടുതറിയുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മളൊരു രസത്തിന് ഈ ചാനൽ ഈ വീഡിയോയിൽ 4 പേര് റിയാക്ഷൻ കാണാൻ ചേർന്ന് കയറട്ടെ എന്ന് വെച്ച് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ടീച്ചറിന്റെ അഭിപ്രായം പറയാം. അതെ. എന്നിട്ട് ടീച്ചറിന്റെ പുറത്ത് നടക്കുന്നതിന്റെ അഭിപ്രായം പറയാം. അതെ, അത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ ടീച്ചറിനെ പറ്റി നമ്മൾ പറയാൻ പോകണം. നമുക്കത് കണ്ടപ്പോൾ എന്താണ് തോന്നിയതിനെ പറ്റി നമ്മൾ പറയും. അല്ല, എനിക്ക് ആദ്യം ഒരു ടീച്ചർ ഇറങ്ങില്ലേ, അതിനും ഇതിനുമേ ഒരു എന്താ ഒരു ടോൺ വ്യത്യാസമാണോ? അല്ലല്ല, ടോൺ വ്യത്യാസമല്ല. ഇതൊക്കെ ഒരു എന്തിന്റെ ആഡ് പോലെ ഫീൽ ചെയ്യുന്ന. പടത്തിന്റെ ആടാണ്. പടത്തിന്റെ അല്ല, മറ്റേ ലിക്കറിന്റെ ഒക്കെ ആഡ് വരത്തില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ബിഗ് ബജറ്റഡ് കോണ്ട ആഡ്, അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അങ്ങനെ എടുത്തു പറഞ്ഞില്ല. അല്ല, പക്ഷെ ഇതൊരു പടമായിട്ട് എനിക്ക് കാണണ്ട. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ എന്ന ലൈൻ ഓഫ് ഇതാണ്. അതായത് ഇതൊരു പടത്തിന്റെ ഭാഗമായിട്ടോ ഇത്രേ ഉള്ളോ, അത് പടത്തിൽ ഇല്ലാത്ത ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. അതെ, ഇതിപ്പോ സിനിമയിലുണ്ടോ ഇങ്ങനത്തെ ഒരു സീനൊന്നും നമുക്കൊരു പിടുത്തമില്ല. പക്ഷെ അതിന്റെ ടോൺ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് അത്ര, അതായത് നമ്മളെല്ലാവരും ഊഹം വെച്ചിട്ട്
നമ്മൾ ഈ കണ്ടതൊന്നും അല്ല പരിപാടി എന്നാണ്. പരിപാടി ഇതൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടേ അത് പറയുന്നത്. അതെ, ഈ ടോക്സിക് എന്ന വാക്കില്ലേ, ഈ വാക്ക് എന്താ പറയാ, ഡീറ്റെയിൽ ആയിട്ട് പോവാതെ തന്നെ ഇതിനൊരു അർത്ഥമുണ്ട്. ഇപ്പം ഒരു നറേറ്റീവ് ഉണ്ട്, ടോക്സിക് എന്ന വാക്ക് എന്തിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. ഇതിനെ റീഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറയാൻ വേണ്ടി ഈ പടം യൂസ് ചെയ്യുമോ എന്നൊരു ഡൗട്ടുണ്ട് ഗീതു മോഹൻദാസ്. പക്ഷേ അവിടെ നമുക്കൊരു വലിയ ഇതുള്ളത്, യാഷിനെ പോലെ ഈ KGF 2-ന് ശേഷം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഭാസിന് ബാഹുബലിക്ക് ശേഷം ഉണ്ടായിരുന്നൊരു വലിയ ഒരു ഇതുണ്ടല്ലോ, ഇമേജ് ഉണ്ടല്ലോ. ആ ഇമേജ് ഉള്ള ഒരാളാണ് ഇപ്പോൾ യാഷ്. അപ്പോൾ ആ യാഷ് KGF 2-ന് ശേഷം ഒരു പടം ചെയ്തിട്ടില്ല, അതിന് ശേഷം വരുന്ന സിനിമ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ സിനിമ കണ്ട കന്നഡയിലല്ലാത്ത മറ്റുള്ള ഓഡിയൻസിന് യാഷ് എന്ന് പറഞ്ഞ ആക്ഷൻ സൂപ്പർ സ്റ്റാറാണ്, ആക്ഷൻ മാസ് പടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടനെ ഇങ്ങനൊരു കഥ പറയാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അതായത് സ്റ്റാറിന് വേണ്ടിയുള്ള എലമെന്റുകളും ഗീതു മോഹൻദാസ് പറയാൻ ഉദ്ദേശിക്കുന്ന എലമെന്റുകളും ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് അലൈൻ ആവുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെത്രത്തോളം നമ്മള് കുറച്ചധികം റൂമേഴ്സ് ഇതിന്റെ പിന്നണി എന്തൊക്കെ സത്യം എന്തൊക്കെ ഇത് ഇപ്പൊ ഈ കാണുന്ന വിഷ്വലില് അത്രയും ക്ലാഷ് ഫീൽ ചെയ്യുന്നില്ല. ഇത് കൂടുതലും യാഷിന്റെ. അതെ, ഇത് കാണുമ്പം ഇത് ഗീതു മോഹൻദാസ് ആണ് ഇത്രയും സീക്വൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാർ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് പുള്ളിക്കാരിയുടെ തലയേക്കാൾ ഇത് വേറൊരു ഒരാൾ. അത് കൈൻഡ് ഓഫ് ഇവർ പറയുന്നുണ്ട് യാഷ് കുറച്ചധികം, യാഷ് ഇപ്പോൾ പടത്തിൻ്റെ കോറേറ്ററാണ്, അപ്പോൾ യാഷ് കുറച്ച് പോർഷൻ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഈവൻ ഇഫ് യാഷ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ യാഷിന് സംഭാവനയുള്ളൊരു പോർഷൻ ആവാം ഇതെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതായത് ഈ പടം ഇറങ്ങി ഇത് കാണാതെ ഇപ്പൊ ഉണ്ടാവുന്ന ഒരു കോലാഹലമുണ്ട്, അതിലേക്ക് വെറുതെ അനാവശ്യമായൊരു അഡീഷൻ വേണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളിങ്ങനെ ഇങ്ങനൊരു കൺഫ്യൂഷൻ കൂടി ഇരിക്കട്ടെ എന്ന് വേണ്ടെന്ന് തോന്നി. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഈ കാണുന്നതും കാണിക്കുന്നതും അല്ല ടോക്സിക് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്ന് തോന്നുന്നു. ഇതിപ്പം എനിക്ക് ആക്ച്വലി ഈ സീക്വൻസിൽ വലിയ വിഷയമൊന്നുമില്ല. ആക്ച്വലി ഇതിപ്പം ഐഡിയാപരമായി നല്ല രസമുള്ള സാധനമാണ്, നല്ല രസമുള്ള സാധനമാണ്. ഇപ്പൊ ഈ കാണുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടപ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സിനിമ കാണിക്കാന്ന് വെച്ചാൽ അതിനെന്താ സിനിമ കാണിക്കുന്നതിന് അതിനൊരു പ്രശ്നവും ഇല്ല. ഈ സീക്വൻസ് അല്ലല്ലോ വിഷയം, ഇത് ചെയ്ത ആള് ഇതിനു മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഇപ്പം നിന്റെ അഭിപ്രായം ജസ്റ്റ് ടീച്ചറിന്റെ മാത്രം അഭിപ്രായം. ടീച്ചറിന്റെ അഭിപ്രായത്തില് നിനക്ക് എന്ത് തോന്നി? എനിക്കും തോന്നിയില്ല, ഇത് പക്ക പടം, ഒരു പരിപാടി. ക്ലൈമാക്സ് ഈസ് ഈക്വൽ ടു ബ്ലാസ്റ്റ്, ആ സാധനം അത് വെച്ചിട്ടുള്ള ഒരു വിഷ്വൽ സംഭവം. എനിക്ക് ഇച്ചിരി ഇത് തോന്നുന്നു ഇതിന്റെ പ്രസന്റേഷൻ. അതായത് എസ്പെഷ്യലി ഇംഗ്ലീഷുകാരുടെ പെർഫോമൻസ്, അവരുടെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. ഈ ഇന്ത്യൻ പടത്തിൽ ഫോറിനേഴ്സ് വന്ന് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പരിപാടി അത് ഇതിനകത്തുണ്ട്. മെയിൻ ക്യാരക്ടർ റഷ്യൻ ആക്സെന്റിലൊക്കെ സംസാരിക്കും, പക്ഷെ അത് അവരൊക്കെ എന്തോ ഒരു വഴിയിൽ നിന്ന് പിടിച്ചൊരു ആളുകൾ ഫീലുണ്ട്. പിന്നെ ഈ പറയുന്ന മൊത്തത്തിൽ എന്തോ എഡിറ്റിംഗ് എന്തോ ഒരു അകൽച്ചയുണ്ട്. മറ്റേ KGF-ന്റെ ഒക്കെ ഒരു പോളിഷ് ഫീൽ ചെയ്യുന്നില്ല. ഈ 600 കോടി എന്ന് പറയുമ്പോഴും അതൊരു 600 കോടി ആയതാണെന്നാണ് പറയുന്നത്. ഇനിഷ്യലി അത്രയും ബജറ്റുള്ള പടം അല്ലായിരുന്നു, അതിങ്ങനെ രണ്ടുപേരുടെ ചെയ്ത് വന്നപ്പോൾ ഈ എമൗണ്ട് ആയെന്നാണ് റൂമർ. ഇതെല്ലാം റൂമറാണ്, നമുക്കറിയില്ല കേട്ടോ. വിഷ്വൽസ് ഇപ്പൊ ഒരു ഇന്ത്യയിൽ നടക്കുന്ന ഗാങ്സ്റ്റർ പടത്തിന്റെ വിഷ്വൽ അല്ല, ഇത് ഫോറിൻ പടമാണ്. അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ഈ പടത്തിന്റെ ഇത് പടം സൈമിൾട്ടേനിയസ്ലി ഇംഗ്ലീഷിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം ഇവൻ നിങ്ങളെ ടീസറിൽ തന്നെ ലൊക്കേഷൻ ഇന്ത്യയാണ്. ഇന്ത്യയിലാണ്. കാര്യം ഇതിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടോ വണ്ടിയുടെ, അതെന്തോ GD അങ്ങനെ എന്തോ ഒരു ഇതാ വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു ഞാനിത് കണ്ട ആരുടെ ഒരു ട്രെയിലർ റിയാക്ഷനകത്തോ എന്തിനും പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ ഇതിന് ഗോവയിലെ വല്ലതും ആണോ ഇനി മനസ്സിലായി. ഇത് ഇന്ത്യൻ ആണ് ഇത്. കാരണം ഇതിനകത്ത് മറ്റ് ക്യാരക്ടർ പോസസ് വന്നിട്ട് അവരുടെ ആരും ലുക്ക് നമുക്കൊരു ഇന്ത്യൻ അറിയില്ല. കാണുമ്പോ ഇങ്ങനെ നമുക്ക് അറിയില്ല ഇവിടെ നടക്കുന്നത്, ഒരു ഊഹം പറയുവാണ്. ഞാനിത് ഇങ്ങനെ ഒരാൾ പറഞ്ഞ് കേട്ടോ, ഗോവയാണെന്ന് ഒരാൾ പറഞ്ഞ് കേട്ടു, അത്രേ ഉള്ളൂ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ അത് മനസ്സിലായില്ല. ഞാനും വിചാരിച്ചു വിദേശത്തെ പടമാണോ, ഇവർ ഇംഗ്ലീഷിൽ ഈ പടം സൈമിൾട്ടേനിയസ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഈ പടത്തിൽ ഇപ്പം നായകൻ ഇപ്പം വന്നാലും ഇദ്ദേഹം കന്നഡ നടനാണ്. അദ്ദേഹം വന്നപ്പോൾ ഈ സിനിമയുടെ ഒറിജിനൽ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അറിയില്ല. ഇത് കന്നഡ സിനിമയാണോ ഇത് ഇംഗ്ലീഷ് പടമാണോ? ഇതിപ്പം ഈ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എല്ലാ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ പിന്നെ അത് കൂടാതെ കേട്ടതാണ് ഇത് ഇംഗ്ലീഷിൽ സൈമിൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ വില്ലന്മാർ, ഈ പറഞ്ഞ ഇംഗ്ലീഷുകാർ, പിന്നെ ഇതിൻ്റെ സെറ്റപ്പ്, ലുക്ക് ആൻഡ് ഫീൽ എല്ലാം വന്നിരിക്കുന്നത് ഒരു ഫോറിൻ പടത്തിന് ലുക്കാണ്. സത്യം പറഞ്ഞാൽ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെയും ബോംബെ വെൽവെറ്റിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ പോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് രണ്ട് എക്സ്ട്രീമാണ്. അത്യാവശ്യം രസമുള്ള പടമാണ്, പക്ഷേ അത് പാളിച്ച പടമാണ്.
പീക്കി ബ്ലൈൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്ത് നിൽക്കുന്ന ബ്ലൈൻഡേഴ്സ് മറ്റേ ഇങ്കനിക്കറോ എനിക്ക് ഫീൽ ചെയ്ത് പീക്കി ബ്ലൈൻഡേഴ്സ് സഹോദരങ്ങളല്ലേ, ഇതിനകത്ത് 4 സഹോദരികൾക്ക് ഒരു സഹോദരൻ, അതായത് മറ്റേ പടം ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് പകരം ഇവിടെ ഹിറ്റ്ലർ അനിയൻ കുട്ടിയാണ്. നയൻതാരമായിട്ട് റിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും സെറ്റിംഗ് ശരിയാണ്. അതെ അറിയില്ല, നമ്മൾ ചുമ്മാ പറഞ്ഞു വിടുന്ന കേട്ടോ ആൾക്കാർ. ഇതായിരിക്കണമെന്നില്ല, നമ്മള് അടിച്ചും കൂടി പറഞ്ഞ സംഭവം ഒരു പിടുത്തമില്ല. അല്ല, അതിനകത്ത് ഒരുപാട് ഇതുണ്ടല്ലോ, നായകന്മാരുണ്ട്. ഇപ്പൊ രുക്മിണി വസന്തുണ്ട്, താരാസുരയുണ്ട്, ഹുമാ ഖുറേഷി ഉണ്ട്, നയൻതാരയുണ്ട്. ഇവരും അതാ പറഞ്ഞു, ഇതൊക്കെ ഒരു പക്ഷേ ഇവന്റെ സിസ്റ്റേഴ്സിന്റെ ലൈൻ ആണെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റേ ഉണ്ടല്ലോ. ഇപ്പം സാധാരണ ഒരു ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാങ്സ്റ്റർ പടം ചെയ്യുമ്പോൾ ഒരച്ഛൻ, പുള്ളിക്കാരന് മക്കൾ, ഇവർ തമ്മിലടി. അതേ സാധനം ഇവിടെ അച്ഛൻ 4 പെങ്ങന്മാർക്ക് ഒരു ആങ്ങള, ഇവരെല്ലാവരും തമ്മിലടി. കുട്ടിയാണോ എന്നുള്ളത് മനസ്സിലായോ? പെങ്ങന്മാർക്ക് വേണ്ടിയാണെങ്കിൽ കുറച്ച് ടോക്സിക് ആവാം. ടോക്സിറ്റി ന്യായീകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആക്ച്വലി ഈ ആൾക്കാർ എന്തുകൊണ്ട് ഇപ്പൊ ഈ പടത്തിന്റെ ടീസറിനെ ഒരുപാട് ഈ ടീസറിനേക്കാൾ കൂടുതൽ ഇവർ പറയുന്നത് പലരും ഗീതു മോഹൻദാസിനെ ആ ഒരു പുള്ളിക്കാരത്തിയുടെ ഹിപ്പോക്രസി എന്ന് വ്യാഖ്യാനിക്കുന്ന സംഭവത്തെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എനി പബ്ലിസിറ്റി ഈസ് നെഗറ്റീവ് പബ്ലിസിറ്റി ലൈൻ സാധനമാണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ ഇറക്കിയാൽ ആളുകൾ ചർച്ച ചെയ്യും. അവർക്കറിയാം, കാരണം ഇതിപ്പം ഈ പടത്തെ പറ്റി ഇനി ആ സിനിമ ഇറങ്ങുന്നതും ഇറങ്ങിയതിനു ശേഷവും ഒരു ബസ് ഉണ്ടാവണം ഇവിടെ ഈ ഓൺലൈനിൽ. മാർച്ച് വരെ ഇത് കൊണ്ടുപോകണം, ജനുവരി ആവുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല എളുപ്പം എന്റെ പൊളിറ്റിക്സ് ഇങ്ങനെയല്ല, തങ്ങളുടെ പൊളിറ്റിക്സ് അവിടെ വെച്ചാൽ മതി, ഞങ്ങളുടെ പൊളിറ്റിക്സ് അല്ലല്ല. അത് ഇപ്പം ആക്ച്വലി പുള്ളിക്കാരി ഇങ്ങനെ സംഭവം ചെയ്തതന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നല്ല അതിന്റെ പ്രശ്നം. അതായത് ഒരിക്കൽ ഇതുപോലെ ഒരു സിനിമയിൽ, അതായത് നമ്മൾ പറഞ്ഞ കസബ സിനിമയിൽ മമ്മൂടിയുടെ ക്യാരക്ടർ ഇതുപോലെ ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ, ആൽഫ മെയിലിസം അല്ലെങ്കിൽ അതെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളെ ആ പടത്തിൽ ഭയങ്കര ഒബ്ജക്ടിഫൈ ചെയ്തു എന്നുള്ള ലൈൻ്റെ പേരിലാണ് അന്നത്തെ ആ ഇഷ്യൂ ഉണ്ടായിരുന്നത്. കസബ ഞാൻ കാണുമ്പം എനിക്ക് നമ്മൾ ഈ ബേസ് ലൈനിൽ ചർച്ച ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറയുമെങ്കിലും ആ ക്യാരക്ടർ ഭയങ്കര ഗ്രേസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളി ആ ക്യാരക്ടർ അത് ചെയ്തു എന്ന് പേപ്പറിലുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. നമ്മൾ ആ ക്യാരക്ടറെ പ്രേമിക്കായിരുന്നാൽ മതി. ഇതുപോലെ ആവണം ഞാൻ എന്ന് വിചാരിക്കായിരുന്നു. അപ്പൊ അവർ പറയുന്നത് ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ ആളുകൾ അതിന് കൈയടിക്കുകയാണ്. ആളുകളുടെ റെസ്പോൺസ് ആണ്, അത് ആൾക്കാർ കൈയടിക്കുന്നു എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ഇവിടെയും അതേ ആൾക്കാർ തന്നെ കൈയടിക്കും. ഈ സീനിൽ തിയേറ്ററിലുണ്ടെങ്കിൽ തിയേറ്ററിൽ ഈ സീനിൽ ആൾക്കാർ മറ്റേ പേപ്പർ കീറിഞ്ഞ് കൈയടിക്കും. കാര്യം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇങ്ങനെ വുമനെ ഒബ്ജക്ടിഫൈ ചെയ്തതിൻ്റെ പേരിലല്ല കൈയടിക്കുന്നത്. ഇതിൽ യാഷ് എന്ന് പറഞ്ഞ ആളെ കാണാനുള്ള അവരുടെ ക്യൂരിയോസിറ്റിയിൽ അവർ കൈയടിക്കുന്നത്. അതേ സംഭവമാണ് അവിടെ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനോടുള്ള ആരാധന മൂലം കുറച്ച് പേര് കൈയടിക്കുന്നതാണ്. അല്ലാതെ അത് ആ സ്ത്രീയോട് അങ്ങനെ ഔമര്യാദയിൽ പെരുമാറുന്ന ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ അത് കൊള്ളാടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കൈയടിക്കുകയല്ല ചെയ്യുന്നത്. ഗംഭീര ആക്ഷൻ. ഇതിലാണെങ്കിൽ തന്നെ ഈ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന സാധനമില്ലേ, ഇതിന്റെ ഡെഫിനിഷൻ ഓരോ ദിവസം കഴിയുന്നോറും ഇങ്ങനെ വ്യാപ്തി കൂടി കുറെ കൂടെ സാധനങ്ങൾ. ഞങ്ങൾ പറയുകയാണത് യാഷിനെ ഒബ്ജക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാലോ, യാഷ് തുണിയില്ലാതെ ഇറങ്ങി വരുന്നത് അല്ലേ? പക്ഷെ എനിക്ക് ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളെ മാത്രമാണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. യാഷിനെ നമ്മൾ കുറച്ചു മുമ്പ് മറ്റേ രാജാസാവിൽ പറഞ്ഞ പ്രഭാസാണ് ഇപ്പോഴത്തെ ഐറ്റം, ഇവിടെ യാഷാണ് ഐറ്റം, അത്രേ ഉള്ളൂ. അതായത് ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഉണ്ട്. ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഇപ്പം ഈ കൊമേഴ്ഷ്യൽ സിനിമയിലെ വിമനെയൊക്കെ ഒരേ രീതിയിൽ എഴുതുന്നു. അതായത് ഇങ്ങനെ വന്ന് ഡാൻസ് കളിക്കുക പരിപാടിയൊക്കെ അതേപോലെ തന്നെയാണ് ആണുങ്ങൾ എഴുതുന്നത്. ആണുങ്ങൾ വന്ന ഒരു തോക്കും പിടിച്ച് വെടിവെക്കുക, ഗുണ്ടയാണ്. സിഗരറ്റ് വലിക്കുക, ഗണ്ണെടുക്കുക, വെടിവെക്കുക, കുറച്ചുപേരെ കൊല്ലുക, അതിന്റെ പരിപാടിയാണ്. റോക്കി ഭായ് എത്ര പേരെ കൊന്നു എന്നാ പിള്ളേർ ചോദിക്കുന്നത്. അതാണ് സംഭവം. രണ്ടുപേരെയും വ്യത്യസ്ത രീതിയിൽ ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ് ഇത്. അപ്പോ ഇക്വാളിറ്റി ആയി, വെട്ടിപ്പോയി രണ്ടും, അത്രേ ഉള്ളൂ. ഇത്രയും കാലം ഈ ഒബ്ജക്ടിഫിക്കേഷൻ ആണുങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾക്കും ചെയ്യാൻ അവസരം തരൂ എന്നാണെങ്കിൽ ഓക്കെ. അല്ല, ഇപ്പൊ നമുക്ക് ആക്ച്വലി ഗീതു മോഹൻദാസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്യാം, നമ്മൾ ഇതിനും കൈയടിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് സിനിമയാണ് നമ്മുടെ. അല്ലെങ്കിൽ ഇതൊന്നും പറയാതെ ഇത് ഈ ഒബ്ജക്ടിഫിക്കേഷൻ ഒന്നും ഒരു കൺസിസ്റ്റന്റ് ഡെഫിനിഷൻ ഇല്ലാതായി പോവാണ്. നമ്മൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടാത്തത് എല്ലാ ചപ്പനും ചവറിനും കയറി ഇങ്ങനെ വിവാദമാവുന്നതുകൊണ്ടാണ്. നമ്മൾ പ്രധാന വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ചപ്പും ചവറിനും ഒക്കെ കയറി വിവാദം ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ മെയിൻ വിഷയങ്ങൾ മുങ്ങാൻ പോകും. ടോക്സിക്കിന്റെ ടീച്ചറെ ചപ്പും ചവറും എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ നാളെ നിങ്ങളെ പറ്റി വീഡിയോ തമ്മിൽ ചപ്പും ചവറും അല്ല, തമ്മിൽ ചപ്പും ചവറും അങ്ങനെ വരും. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ പറയും. രാജീവിയുടെ അസിസ്റ്റന്റ് ആണ് ആഗ്രഹിച്ചത്, രാജീവ് ബട്ടൽ വെച്ച് അടിക്കാൻ. അല്ല, ഒരു ആവേശത്തിന് പറഞ്ഞാണ്. പക്ഷെ എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പടം വരുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നത്.
ഈ സിനിമ വന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം, ഉറപ്പാണ്. അതുപോലെ ഈ കസബ എനിക്ക് അന്നാ ഞാനിപ്പോൾ ഓർക്കുന്നില്ല സത്യത്തിൽ ഈ പടത്തിന്റെ ഫുൾ ഒരു സ്ട്രക്ചറും എങ്ങനെയാണ് മമ്മൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, BGM ഇട്ട് സ്ലോ മോഷനിൽ കണ്ണാടി വെച്ച് നടന്നതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇനി അത് കാണുവാണെങ്കിൽ ഈ വേണമെങ്കിൽ അത് ആ സീൻ എന്താണെന്ന് സംഭവിച്ചെന്ന് നമുക്കിങ്ങനെ ആലോചിക്കാം. അല്ല അത് ഇത് തന്നെ അതിങ്ങനെ എടുത്ത് പറയാൻ മാത്രം ഒന്നും അല്ല, അത് ചെറിയ സീക്വൻസ് മാത്രം. അല്ല അത് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ അതും പ്രശ്നമാണെങ്കിൽ ഇതും പ്രശ്നമാണ്, അത് പ്രശ്നമല്ലെങ്കിൽ ഇതും പ്രശ്നമല്ല എന്നുള്ള ലൈനിലാണ്. അങ്ങനെ എടുക്കേണ്ടത്. ഇത് രണ്ടും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നമുക്ക് രണ്ടും പ്രശ്നമല്ല. നമുക്ക് രണ്ട് സിനിമയാണ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഉടനെ പോയി ആ കുത്തിന് പിടിക്കാൻ രണ്ടുപേരെ നമ്മളിത് കണ്ടിട്ട് ഇത് കൊള്ളാൻ പരിപാടി, കാർ എടുക്കടാ എന്ന് പറയുന്ന അവസ്ഥയല്ല നമ്മളത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആൾക്കാരുടെ വിചാരം ഇത് എല്ലാവരും ഇതിനെ കൈയടിക്കുന്നു, എല്ലാവരും ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ സിനിമയിൽ കാണുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആകുന്ന ഒരു ചിന്താഗതിയുള്ള അവരെ സംബന്ധിച്ച പ്രശ്നമാണ്. ഒരു സ്ത്രീയെ കണ്ടാൽ ഈ സ്ത്രീ നമ്മൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു ശ്രദ്ധിച്ചു കണ്ടോ, അത് സംഭവിച്ചു, ഇത് നമ്മളെ ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാം എന്നുള്ള ലൈനാണ്. അങ്ങനെ ഒന്നെങ്കിൽ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഒരേ രീതിക്കാണ്, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സ് ഒരേ രീതിക്കാണ്. ഇതിപ്പം എല്ലാവരും ഓരോരുത്തർ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കും ഇത് പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മളിത് പോയി ചെയ്യണം. അങ്ങ് പോയത് അവിടുന്ന് പോയി ഇനി അധികം പോട്ടെ. അതെ. അപ്പം നമുക്ക് ആക്ച്വലി ടീസർ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരു നോർമൽ സിനിമയുടെ ഒരു ടീസറിന് എന്തൊക്കെ സംഭവിക്കും അത്രയൊക്കെ ഇതിനകത്തും ഉള്ളൂ. പക്ഷേ ടീസർ കാണുമ്പോൾ നമ്മളെ ഇത് എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ, റോക്സിക്ക് ഗംഭീര പടമായിരിക്കും എന്ന് തോന്നുന്ന ഒന്നുമില്ല. ഇത് വിഷയം ഇതാണ്. ഇതിപ്പം ഇതിന്റെ ഡയറക്ടർ ആരാ, അവരെന്ത് ഇതിനു മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ വിഷയം. അത് വെച്ചിട്ടാണ് ആൾ ചർച്ച ചെയ്യുന്നത്. ബാധിക്കത്തില്ല. നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ ടീസർ കാണുമ്പോൾ നമ്മുടെ ടീസർ ഈ പടം എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പുറത്തും ഈ വിഷയമില്ലെന്ന് തോന്നുന്നു, കേരളത്തിലാണെന്ന് ഈ ചർച്ചക്കാരൻ. മലയാളിയല്ലേ? അല്ല, അത് മനസ്സിലായില്ല. അത് തന്നെ അങ്ങനെ പുറത്തുള്ളവർക്ക് ഓഡിയൻസിനെ അല്ല ചേട്ടാ, അവർക്ക് ഈ കോണ്ടാക്ട് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയത്തില്ല, മലയാളി മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് അറിയാവുന്നത് യാഷിന്റെ ഒരു ഗംഭീര തിരിച്ച് 2-3 പോയിട്ടില്ലല്ലോ. രാമായണം. പക്ഷെ അത് പുള്ളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും പടത്തിന്റെ ട്രെയിലർ വരട്ടെ, മറ്റുള്ള ഇത് വരട്ടെ, സിനിമ വരട്ടെ. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അതെ ഇനി ട്രെയിലർ വരുമ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത പരിപാടി ഉണ്ടാവും. ആ ട്രെയിലറിനകത്ത് ഇതിന്റെ ഡബിൾ കൊടുക്കും അവര്. അപ്പം നമുക്ക് ഓഡിയൻസിന് ഇനിയും സംസാരിക്കാനുള്ള വിഷയം കിട്ടും, നമുക്ക് സംസാരിക്കാനുള്ള വിഷയം കിട്ടും, ഒരു വീഡിയോ ആവും, കുറച്ച് വ്യൂസ് കിട്ടും, കുറച്ച് പൈസ കിട്ടും, നമ്മളതിന് ചൂഷണം ചെയ്യും. അതെ, അത് വിറ്റ് നമ്മൾ അരിയാക്കും. അത്രേ. ഞാൻ എന്തായാലും ലാഷിന്റെ പടത്തിൽ ഇങ്ങനത്തെ പടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. സോ എനിക്ക് കുഴപ്പമൊത്തില്ല. അപ്പൊ യാഷിന്റെ പൂശി കടന്ന് നിനക്ക് താല്പര്യം. ഇത് നമ്മുടെ വിക്കിയുടെ ഡയലോഗാണ് കേട്ടോ. അത് ഞാൻ കടമെടുത്താണ്. സോറി വിക്കി ഫാൻസ് വന്നിട്ട് ഇത് കോപ്പി അടിക്കാതെ, സോറി ഇത് കോപ്പി അടിച്ചാണ് കേട്ടോ, ഞങ്ങളത് സമ്മതിക്കുന്നു. അപ്പോൾ നമുക്ക് പടത്തിന് ട്രെയിലറോ പടമൊക്കെ വരട്ടെ, അപ്പോൾ എന്നിട്ട് അതിന് സംസാരിക്കും. പടം കണ്ടിട്ട് വേണം നമ്മൾ അതിനെപ്പറ്റി പറയാൻ. ഇതിപ്പോൾ നമ്മൾ ടീസർ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വേണം ചെയ്യാൻ നിങ്ങൾക്ക്. ഒരു കലാകാരൻ്റെ ക്രിയേറ്റേഴ്സ് ഫ്രീഡം എന്ത് ചെയ്യും. എല്ലാ ആർട്ടും വിമർശിക്കപ്പെടും. അത് എടുക്കാൻ അത് വിമർശിക്കപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. അത് പുള്ളിക്കാരത്തിക്ക് അറിയാം, ഈ കോൺടെക്സ്റ്റ് പുള്ളിക്കാരത്തിക്ക് അറിയാം. അവർക്ക് ചുമ്മാ ഒരു ബോധമില്ലാതെ ഇറക്കിവിടും എന്നുള്ള ലൈനല്ല. അവർക്ക് 100% ഇത് ഞാൻ ഇങ്ങനെ സാധനം കൊടുക്കുമ്പോൾ ഇതെങ്ങനെ അവർ റിഫ്ലക്ട് ചെയ്യും, ഇതിനെപ്പറ്റി എന്തൊക്കെ ചർച്ച ഉണ്ടാവും, ഇത്രയും ചർച്ച ഉണ്ടായാൽ ഈ പരിപാടി എത്രത്തോളം കത്തും എന്ന് വ്യക്തം. കേരളത്തിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ നിങ്ങൾ കണ്ടോ ഈ പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്ര ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കണ്ടേച്ച് ഈ സിനിമ ഞങ്ങൾ ഗീതു മോഹൻദാസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത് കാണാൻ ആൾക്കാർ പോയില്ല എന്നാലും പറയുമോ? ഇല്ല. ഏറ്റവും വിയേർഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ. നമ്മൾ ആക്ച്വലി KGF കഴിഞ്ഞ ഇവരുടെ അടുത്ത അഡ്വാൻസ്മെന്റ് വന്നപ്പോൾ നമ്മൾ അയച്ച് ഗീതു മോഹൻദാസ് എങ്ങനെ ഇവർ തമ്മിൽ ഇത് എങ്ങനെ ഇത് എന്താ ഒരു കോമ്പിനേഷൻ. കാരണം ഗീതു മോഹൻദാസ് എനിക്ക് പേഴ്സണലി എനിക്ക് ആക്ച്വലി പുള്ളിക്കാരുടെ ലയൻസ് ഡയസ് മൂത്തോൻ ഇത് രണ്ടും എനിക്ക് വർക്ക്. ഞാൻ മൂത്തോൻ തിയേറ്ററിൽ കണ്ട ആളാണ്. അപ്പോൾ എനിക്കത് രണ്ടും കണ്ടപ്പം പുള്ളിക്കാർ നല്ലൊരു ഡയറക്ടറാണെന്നറിയാം. പക്ഷേ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ആണോ? ഞാൻ ലയൻസ് കണ്ടു, അത് കഴിഞ്ഞ ശേഷം മൂത്തോനും തിയേറ്ററിൽ കണ്ടു. അപ്പോൾ എനിക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായി നല്ലൊരു ഡയറക്ടറാണ് പുള്ളിക്കാരി. പക്ഷേ ഈ പുള്ളിക്കാരി എങ്ങനെ ഒരു മാസ് ഹീറോയെ എങ്ങനെയായിരിക്കും എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോണത്, എന്ത് ടൈപ്പ് ഓഫ് പടമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് പടത്തിന് ട്രെയിലറോ അടുത്ത പടമൊക്കെ വരട്ടെ, അപ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് സംസാരിച്ച് കാട് കയറാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊരു നോർമൽ സംഭവമാണ്.